ഡോക്ടർ ജയരാജ്, ഇപ്പോ 2018-19 കാലഘട്ടത്തിലാണ് യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ചർച്ചയാവുന്നത്. അതിനുശേഷം 3 തിരഞ്ഞെടുപ്പുകൾ കൂടി കടന്നുപോയി. എല്ലാവരും ഏതാണ്ട് ആ വിവാദങ്ങളൊക്കെ മറന്ന മട്ടായിരുന്നു. ഇപ്പോഴതെല്ലാം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഈ കഴിഞ്ഞ ദിവസത്തെ പമ്പാ സംഗമം നടത്തിയത് രാഷ്ട്രീയമായി മണ്ടത്തരമായോ? മാസ്റ്റർ പ്ലാനുമായിട്ട് ഡെവലപ്മെന്റ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചർച്ചകളെല്ലാം സംഘടിപ്പിച്ചത്. ശബരിമലയുടെ എക്കോ സെൻസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ശബരിമലയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, ശബരി റെയിൽ പുനഃസ്ഥാപിക്കുക, അവിടെ പറ്റുമെങ്കിൽ വിമാനത്താവളം ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ സംഘടിപ്പിച്ചതിനകത്ത് ടെക്നിക്കൽ സെഷൻസ് ആയിരുന്നു. 3 സെഷൻസ് ആയിട്ടാണ് നടത്തിയത്. അതിൽ ഒരു ടെക്നിക്കൽ സെഷനകത്ത് 600 പേരും, ഒരു ടെക്നിക്കൽ സെഷനകത്ത് 400 പേരും, ഒരു ടെക്നിക്കൽ സെഷനകത്ത് ഏതാണ്ട് 550ഓളം പേരുമാണ് പങ്കെടുത്തത്. അതിൽ ഒരു ടെക്നിക്കൽ സെഷന്റെ അറ്റൻഡൻസ് മാത്രം എടുത്തു വെച്ചിട്ട് 600 പേർ മാത്രമാണ് പങ്കെടുത്തത്. ആളുകൾ കുറഞ്ഞുപോയി. പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. കുറഞ്ഞുപോയി. ഇപ്പോൾ CPM പോലുള്ള ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം, CPM-ന്റെ കാര്യം വിശേഷിച്ച് ഞാൻ പറയാം, ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല. എങ്കിലും CPM പോലുള്ള ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം CPM സംഘടിപ്പിച്ച ഒരു പരിപാടി ആയിരുന്നെങ്കിൽ 6 ലക്ഷം പേരുണ്ട് പാർട്ടി മെമ്പർമാര്. അനുഭാവികളെല്ലാം കൂടെ ചേർന്ന് ഒരു 4 ലക്ഷം പേരുണ്ട്. അത് നിറയ്ക്കുന്നതിന് വലിയ താമസമൊന്നുമില്ല. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? യുവതീ പ്രവേശന ശേഷം ഉണ്ടായ വിവാദങ്ങളെ മറികടക്കാനുള്ള നീക്കം, ഇപ്പോ നവോത്ഥാന സമിതി ഉണ്ടാക്കി, വനിതാ മതിൽ കെട്ടി, ഇതിനെല്ലാം ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ആളുകൾ പ്രതികരിച്ചതെന്ന് കണ്ടതാണ്. അതുകൊണ്ട് ഈ ശബരിമലയുടെ കാര്യത്തിൽ ഈ പറയുന്ന പോലെ പാർട്ടി പരിപാടിക്ക് കൊണ്ടുപോകുന്ന പോലെ ആളുകളെ കൊണ്ടുപോകലൊക്കെ അത്ര എളുപ്പമാണോ? കേരളത്തിലധികം ശാഖകളുള്ള ഒരു സ്ഥലമാണ്. UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സ്ഥലം RSSന് ശാഖകളുള്ളത് കേരളമാണ്. ആ കേരളത്തിലെ മുഴുവൻ ആളുകളും, ഈ ശാഖാംഗങ്ങൾ മുഴുവൻ ശ്രമിച്ചിട്ട് പോലും കേരളത്തിലൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം അവർ ക്ഷേത്ര സംരക്ഷണ സമിതിയുമായി വന്നു. അവിടെ ഒന്നും സംഘടിപ്പിക്കാനൊന്നും പറ്റിയില്ല. അതിനുശേഷം സാംസ്കാരിക രംഗത്ത് കൈകടത്തലായിട്ട് നടന്നു. അവിടെയും ഒന്നും നടന്നില്ല. പ്രബുദ്ധ കേരളം, മതേതര കേരളം, എനിക്കൊരു സംശയം. കേരളത്തിലെ പാളിപ്പോയ അയ്യപ്പ സംഘവുമായി എന്താണ് ബന്ധം? അയ്യപ്പ സംഗമത്തിന് ആളെത്താതിരുന്നത് ഇതൊക്കെ കൊണ്ടാണോ? എന്ത് പറ്റി മുത്തലീബേ? എന്റെ കണക്കൂട്ടലെല്ലാം തെറ്റി ടീച്ചർ. അയ്യപ്പ സംഗമത്തിന് ആൾ നിറയ്ക്കുക എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ജനങ്ങളെ വിശ്വാസത്തിൽ തൊട്ട് അതിനകത്ത് താല്പര്യമുള്ള ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സമ്മിറ്റ് നടത്തുക. അല്ലെങ്കിൽ നാട്ടുകാർക്കൊന്നും എന്നോടൊരു മതിപ്പില്ല. അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുത്തു, പുന്നല ശ്രീമാർ പങ്കെടുത്തു, മറ്റ് എല്ലാ ജാതി സംഘടനയിലുള്ള ആളുകളും നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള മുഴുവൻ ആളുകൾ പങ്കെടുത്തു. എന്നാൽ ഇന്ന് നടന്ന മറ്റ് സംഗമത്തിലെ ഒരൊറ്റ നേതാക്കന്മാർ പോലും, ജാതി സംഘടനകളുടെ ഒരൊറ്റ ആൾ പോലും പങ്കെടുത്തില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് അത് വളരെ കൗതുകകരമായി തോന്നി എനിക്ക്. കാരണം സർക്കാർ കൊട്ടിഘോഷിച്ച് 3000 പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിൽ CPM-ന്റെ ആളുകൾ പോലും പങ്കെടുത്തില്ല. അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ പോലും പങ്കെടുക്കുന്നില്ല. 3000 പേരെ പ്രതീക്ഷ സ്ഥലത്ത് 463 പേരാണ് വന്നത്. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ, യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ, ഔദ്യോഗികമായിട്ടുള്ള ക്ഷണക്കത്ത് പോലും ഇല്ലാതെ, ആരെയും അങ്ങനെ പോയി ക്ഷണിക്കുക പോലും ചെയ്തിട്ടില്ലാത്തൊരു പരിപാടിയിൽ 10000 ആളുകൾ വന്നു. CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ വരെ അത് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സ്വാമിമാർ എന്തൊക്കെയാണ് പ്രസംഗിച്ചത് എന്നൊക്കെ അവർ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഏത് പരിപാടിയാണ് ജനശ്രദ്ധയെ ആകർഷിച്ചത്, ഏതിലേക്കാണ് ആളുകൾ ഒഴുകിയെത്തിയത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണല്ലോ. ഇവിടെ നിരവധി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. ഞങ്ങൾ ആരും തരംതിരിച്ച് നോക്കിയിട്ടില്ല ഇവരൊക്കെ ഏത് ജാതിയുടെ പ്രതിനിധികളാണ്, ഏത് ജാതിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് അവർ വന്നതെന്നുള്ളത് അവിടെ ആരും പരിഗണിച്ചിട്ടില്ല, പരിശോധിച്ചിട്ടില്ല. അവിടെ വന്ന മുഴുവൻ ആളുകളും ഒരു വികാരം കൊണ്ട് വന്നവരാണ്. അവർ അയ്യപ്പസ്വാമിയുടെ ഭക്തരാണ് എന്നുള്ള വികാരം കൊണ്ട് വന്നവരാണ്. അവിടെ വന്നതിൽ ഒരാൾ പോലും ഈ സംഗമത്തിന് വന്നിട്ടില്ലെങ്കിൽ നാളെ തൊട്ട് നിങ്ങളെ തൊഴിലുറപ്പിന് വിളിക്കില്ല എന്ന് പേടിച്ചിട്ട് വന്നവരല്ല. അവിടെ വന്നതിൽ ഒരാൾ പോലും 500 രൂപയും ബിരിയാണി കിറ്റും കിട്ടും എന്ന് പ്രതീക്ഷിച്ച് വന്നവരല്ല. അവരുടെ ആരുടെയെങ്കിലും ബന്ധുക്കൾ സഹകരണ സംഘത്തിലോ സഹകരണ ആശുപത്രിയിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നുണ്ട്, വന്നിട്ടില്ലെങ്കിൽ അവർക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാവുന്നത് പേടിച്ച് വന്നവരല്ല എന്ന് കരുതി വന്നിട്ടുള്ള ആളുകളാണ്. ഇവിടെ നോക്കൂ, 7 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ഒരു വലിയ സംഗമം നടത്തിയെന്ന് പറഞ്ഞു. അവിടെ വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം നമുക്കറിയാം. ഗോവിന്ദമാഷ് പറയുന്നത് അതൊക്കെ AI ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ വിശ്വസിക്കാൻ കാതിൽ പൂ വെച്ച് കളിക്കവളെ നാളെ വരും. നമ്മൾ എണ്ണെടുത്തപ്പോൾ അവിടെ കണ്ടത് 463 ആളുകളെയാണ്. നമ്മളിതിനെ ഒന്ന് ഹരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മുകളിൽ 1,51,000 രൂപ ചെലവ് നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു വിശാല സംഗമം നടത്തിയത്. ഇവിടെ വന്ന പ്രതിനിധികൾ നോക്കൂ. ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയതനുസരിച്ചാണെങ്കിൽ 4126 പേര് പങ്കെടുത്തു. അമേരിക്ക, കാനഡ, ശ്രീലങ്ക, പിന്നെ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും, വടക്കിഴക്കുന്ന അസം അടക്കം എല്ലായിടത്തു നിന്നുള്ള ഭക്തരുടെ എണ്ണത്തിന്റെ പട്ടിക വാസവൻ മന്ത്രി വായിച്ചിരുന്നു. ഇങ്ങനെയാണെങ്കിൽ കുറെ പേരെങ്കിലും അദൃശ്യരായിരുന്നിരിക്കും എന്ന് വേണം ഞാൻ മനസ്സിലാക്കുന്നത്.
വേണ്ടായിരുന്നു. പരിപാടിയുടെ ധാരാളം വിഷ്വൽസും ധാരാളം റഷസും അതേപോലെ തന്നെ ഫോട്ടോസും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അവിടെ ഞാൻ കണ്ടത് അവർക്ക് പുറകിലിരിക്കുന്ന ചെയറുകൾ മുഴുവൻ ഒഴിഞ്ഞിരിക്കുന്നതായിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ എടുക്കാൻ പറ്റും, നിങ്ങൾ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ AI ഉപയോഗിക്കാം, നിങ്ങൾക്ക് AI ഉപയോഗിക്കാം. പോലും വേദിയിൽ 3/4 ഭാഗത്തോളം ചെയറുകൾ ഒഴിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതാണ് ബഹുഭൂരിപക്ഷം മലയാളികളും ആ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷ്വൽസ് കണ്ടിട്ടുള്ള ആളുകൾ മുഴുവൻ കണ്ടത്. ഇനി അത് എങ്ങനെയാണ് ഈ പറയുന്നത് പോലെ AI ആണോ മറ്റെന്തെങ്കിലും സാങ്കേതിക വിദ്യ കൊണ്ട് മഹാവിജയമായിട്ടൊരു സംഭവത്തെ ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ എല്ലാവരും കൂടി സംഘടിതമായിട്ട് ചുരുക്കിയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാണോ അതോ എന്നെ ഒന്ന് താങ്ങിയതാണോ? ശരിക്കും പറഞ്ഞു തന്നെയാ. CPM പ്രതി ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ചോദിച്ചതുപോലെ ഞാനൊക്കെ ആഗ്രഹിച്ചത് CPM പ്രതിനിധി വന്നിട്ട് അരുൺകുമാറും അനിൽകുമാറും ഒക്കെ വന്നിട്ട് ഒന്ന് ശരണം വിളിക്കുന്ന മനോരമ ചർച്ചയിൽ മനോരമയുടെ കൗണ്ടർ പോയിന്റിൽ വന്ന് ശരണം വിളിച്ചുകൊണ്ട് ഒരു ചർച്ച തുടങ്ങുന്നത് കാണാനുള്ള യോഗവും ഭാഗ്യവും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഏതോ ബുദ്ധിയുള്ള ആളുകൾ പറഞ്ഞു മോനെ അങ്ങോട്ട് പോകണ്ട, പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അവിടെ പോയി മെഴുകാൻ നിൽക്കണ്ട എന്ന് ആരോ ഉപദേശിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കുന്ന ഒരു CPM-നെയാണ് കാണുന്നത്. ഇതിന് പച്ച മലയാളത്തിൽ ഒളിച്ചോട്ടം എന്നാണ് പറയുക. ഉള്ളിൽ സങ്കടം പറയരുത്, വരെ 14 വർഷം നിങ്ങൾ ഈ ആഗോള തീർത്ഥാടക കേന്ദ്രമാക്കാൻ ശ്രമിക്കുന്ന ശബരിമലയുടെ വികസനത്തിന് ചെലവിട്ടതാണ് 148 കോടി. ഈ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും അതിൻ്റെതായ സമയത്ത് നടക്കും. ആ പറഞ്ഞതുപോലെയാണ് ഇത്തരം ഒരു ആഗോള സമ്മിറ്റ് നടത്തിയിട്ട് ഇതിനകത്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെ അല്ലാതെ കേന്ദ്രം കേരളത്തിന് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു വെച്ചിരിക്കുകയാണ്, മുറുക്കി വെച്ചിരിക്കുകയാണ്. സംഗമം സംഘടിപ്പിക്കുന്നത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നുണ്ടോ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായിട്ട് ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് സംസ്ഥാനത്തിന് വേറെ നിവൃത്തിയൊന്നുമില്ല, അതുകൊണ്ട് നിക്ഷേപകരുടെ അടുത്ത് പൈസ മേടിക്കാൻ നിവൃത്തിയുള്ളൂ. അതല്ലെങ്കിലും ശബരിമല വികസനത്തിന് കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കേണ്ട ആവശ്യം എന്താണ്? ശബരിമലയുടെ വരുമാനം പോലെ ഈ കഴിഞ്ഞ വർഷത്തെ വരുമാനം എന്ന് പറയുന്നത് 460 കോടി രൂപയാണ്. അതിന് മുമ്പത്തെ വർഷത്തെ വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് 370 കോടി രൂപയാണ്. അതിന് മുൻപത്തെ വർഷത്തിലെ വരുമാനം എന്ന് പറയുന്നത് 300-400 കോടിക്ക് ഇടയിലാണ്. അതായത് ശബരിമലയിലെ 3 തീർത്ഥാടന കാലത്തിന്റെ വരുമാനം എന്ന് പറയുന്നത്, ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പണം എന്ന് പറയുന്നത് 1300 കോടിക്ക് അടുത്താണ്. ശബരിമലയിലെ 3 കൊല്ലത്തെ വരുമാനം മാത്രം മതിയാവും ഈ പറയുന്ന 2050 വരെയുള്ള ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ. എന്നാൽ ശബരിമലയിലെ വരുമാനം ഒരിക്കലും ശബരിമലയിൽ ഉപയോഗിക്കപ്പെടുന്നില്ല. ഏതോ അന്തിത്തിരി കൊളുത്താൻ കഴിയാത്ത സാങ്കല്പിക ക്ഷേത്രങ്ങളിലേക്കാണ് പോകുന്നതെന്ന് ഇവർ പറയുന്നുണ്ട്. അത് ഏതാണ് ആ ക്ഷേത്രം എന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ അന്തിത്തിരി കൊളുത്താൻ ഗതിയില്ലാത്ത ഒരു ക്ഷേത്രവും ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാറില്ല. അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഭക്തര് സ്വന്തം നിലയിൽ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അമ്പലത്തിന്റെ പുനരുദ്ധാരണം നടത്തി അവിടെ പൂജാരിയെ വെച്ച് അവസാനം അമ്പലം ഒന്ന് അഭിവൃദ്ധിപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ, അവിടെ നടവരവ് വന്നു തുടങ്ങി കഴിഞ്ഞാൽ അപ്പോഴാണ് പെട്ടെന്ന് ഈ ടെമ്പിളിന്റെ പബ്ലിക് നേച്ചർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു ഭൂതം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ഈ ക്ഷേത്രം പിടിച്ചെടുക്കുകയും ചെയ്യുന്നത്. വലിയൊരു ത്യാഗം തന്നെയാണ് നീ ചെയ്ത എന്റെ മുരളി. അതല്ലാതെ അവിടെ വഴിപാട് നടത്താൻ ആളില്ലാത്ത സമയത്ത്, അവിടെ നടവരുമാനം ഇല്ലാത്ത സമയത്ത്, അന്ത്യത്തിന് കൊളുത്താൻ ഗതിയില്ലാത്ത സമയത്ത് ഒരു ദേവസ്വം ബോർഡ് ഒരു അമ്പലം സംരക്ഷിക്കുന്നത് കണ്ടിട്ടില്ല. ഇവരുടെ സാങ്കല്പിക രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവും. എന്തായാലും ശബരിമലയിലെ വരുമാനം കൊണ്ട് തന്നെ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ സാധിക്കും. എന്നാൽ ശബരിമലയിലെ വരുമാനം ഒരിക്കലും ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ.